So third type of a primitive service is encapsulation and decapsulation. അതായത് നമുക്കറിയാം എൻക്യാപ്സുലേഷൻ എന്താണെന്നും ഡീക്യാപ്സുലേഷൻ എന്താണെന്നും. എൻക്യാപ്സുലേഷൻ സെൻറ്റർ സൈഡിൽ നടക്കുന്നതും ഡീക്യാപ്സുലേഷൻ സെർവർ സൈഡിൽ നടക്കുന്നതുമാണ്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇത് നോക്കണം നിങ്ങൾ. ഒരു ക്ലയൻറ്റ്, അതായത് ആപ്ലിക്കേഷൻ ലെയറിൽ നിന്നും ഒരു പ്രോസസ്സ് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുവാണ്. അപ്പോൾ അടുത്ത ആപ്ലിക്കേഷൻ ലെയറിലേക്ക്, സെർവറിൻ്റെ ആപ്ലിക്കേഷൻ ലെയറിലേക്കാണ് ഈ മെസ്സേജ് പാസ് ചെയ്യേണ്ടത്. അപ്പം ആപ്ലിക്കേഷൻ ലെയർ നോർമലി എവിടേക്ക് പോകും? ഈ മെസ്സേജ് ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് സെൻഡ് ചെയ്യും. ട്രാൻസ്പോർട്ട് ലെയർ വിൽ എൻക്യാപ്സുലേറ്റ് ദ മെസ്സേജ് അലോങ് വിത്ത് ദി ഹെഡർ. ഒരു ട്രാൻസ്പോർട്ട് ലെയർ ഒരു ഹെഡറും കൂടി വെച്ചിട്ടായിരിക്കും ഈ മെസ്സേജിനകത്തേക്ക്, നമ്മൾ പാക്കറ്റ് എന്ന് വിളിക്കാം, ഈ പാക്കറ്റിനകത്തേക്ക് എന്ത് ചെയ്യും? ഹെഡറിനെയും കൂടി എൻക്യാപ്സുലേറ്റ് ചെയ്തിട്ട് ഒരു ലോജിക്കൽ ചാനൽ വഴി എവിടെ സെൻഡ് ചെയ്യും? സെർവറിൻ്റെ ട്രാൻസ്പോർട്ട് ലെയറിൽ സെൻഡ് ചെയ്യും. Server what will do? Server will detach the header from the message ൽ നിന്നും ഹെഡറിനെ ഡിറ്റാച്ച് ചെയ്തെടുത്തിട്ട് we will send the എന്താണ് ഈ പറയുന്ന കറസ്പോണ്ടിങ് മെസ്സേജ് ഈ പറയുന്ന സെർവറിൻ്റെ പ്രോസസ്സിനകത്തേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഈ പറയുന്ന ഇതിനകത്ത് വരുന്ന ഈ പിക്ചറിനകത്ത് പറയുന്നത്. നോക്കൂ, അറ്റ് ദ സെൻറ്റർ സൈഡ് ഫ്രം ദ ആപ്ലിക്കേഷൻ പ്രോസസ് എ മെസ്സേജ് ഇസ് റിസീവ്ഡ് ബൈ ദ ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോകോൾ. സോ നോക്കൂ, നമ്മൾ ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറയുമ്പം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നടക്കണമെങ്കിൽ ട്രാൻസ്പോർട്ട് ലെയർ നീഡ് ടു യൂസ് എയ്തർ ഓഫ് their either TCP protocol or UDP protocol or SCTP protocol. So you need to study only about TCP and UDP. So transport layer ഒരു connection establishment നടക്കണം. അതായത് ഒരു പാക്കറ്റ് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ട് ലെയർ മസ്റ്റ് യൂസ് TCP അല്ലെങ്കിൽ UDP പ്രോട്ടോക്കോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ TCP, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഉണ്ട്, ഒരു പ്രോട്ടോക്കോളാണ് വേറെ യൂസർ ഡേറ്റാഗ്രാം പ്രോട്ടോക്കോൾ. അതുകൊണ്ടാണ് ഈ ഒരു ഫിഗറിനകത്ത് TCP ഹെഡർ, ദാറ്റ് മീൻസ് TCP ഹെഡറിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ സോഴ്സിൻ്റെ അഡ്രസ്സ്, ഡെസ്റ്റിനേഷൻ്റെ അഡ്രസ്സ്, ഈ പറയുന്ന മെസ്സേജിൻ്റെ ലെങ്ത്, ഇതെല്ലാം ആയിരിക്കും TCP ഹെഡറിനകത്ത് കണ്ടെയ്ൻ ചെയ്യുക. അപ്പോൾ എൻക്യാപ്സുലേഷനകത്ത് സെൻറ്റർ സൈഡിൽ എന്താണ് നടക്കുന്നത്? ആപ്ലിക്കേഷൻ ലെയർ അതിൻ്റെ ഒരു മെസ്സേജ് ആർക്ക് പാസ് ചെയ്യും? അതായത് ക്ലയൻറ്റിൻ്റെ തന്നെ ട്രാൻസ്പോർട്ട് ലെയറിൽ പാസ് ചെയ്തിട്ട് അതിന് ക്ലയൻറ്റ് എന്ത് ചെയ്യും? ക്ലയൻറ്റിൻ്റെ ട്രാൻസ്പോർട്ട് ലെയർ ഏത് പ്രോട്ടോക്കോളാണോ യൂസ് ചെയ്യുന്നത് ആ പ്രോട്ടോക്കോളിൻ്റെ ഹെഡർ വെച്ചിട്ട് എന്ത് ചെയ്യും? ആ ഹെഡറിനകത്ത് എന്തൊക്കെ കാണും? സോഴ്സ് അഡ്രസ്സ് കാണും, ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് കാണും, അതുപോലെ തന്നെ എന്താണ് പോർട്ട് അഡ്രസ്സ് കാണും, പിന്നെ ഇത്രയും കാര്യം, പിന്നെ ലെങ്ത് ഓഫ് എ മെസ്സേജും കാണും, നമുക്ക് അറിയണമല്ലോ. അപ്പോൾ എന്നിട്ട് ഈ രണ്ട് കാര്യങ്ങളും മെസ്സേജും ഹെഡറും വെച്ചിട്ട് എൻക്യാപ്സുലേറ്റ് ചെയ്ത് ഒരു ലോജിക്കൽ ചാനൽ വഴി എവിടേക്ക് അയക്കും? അടുത്ത ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് പോകും. ഈ ട്രാൻസ്പോർട്ട് ലെയറിൽ എന്താ പറ്റുന്നത്? ഇയാൾ ഡീക്യാപ്സുലേറ്റ് ചെയ്യും, ഹെഡറിനെയും പാക്കറ്റിനെയും മാറ്റി വേറെ ആക്കിയിട്ട് കറസ്പോണ്ടിങ് മെസ്സേജിനെ അതിൻ്റേതായ പ്രോസസ്സിനകത്തേക്ക് അയച്ചു കൊടുക്കും. ഓക്കെ, ഇതാണ് എൻക്യാപ്സുലേഷൻ, ഡീക്യാപ്സുലേഷൻ. ഇത് നിങ്ങൾ വായിച്ചാൽ മതി, കംപ്ലീറ്റ് തിയറിയാണ്, ഈ പറഞ്ഞ കാര്യം തന്നെ പറയുന്നതേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് നെക്സ്റ്റ് സർവീസസ് മൾട്ടിപ്ലെക്സിങ് ആൻഡ് ഡീമൾട്ടിപ്ലെക്സിങ്. എന്താണ് മൾട്ടിപ്ലെക്സിങ്? നമുക്ക് അറിയുന്നതിന് ആ സെയിം സംഭവം തന്നെയാണ് കേട്ടോ. മൾട്ടിപ്ലെക്സിങ്, ഡീമൾട്ടിപ്ലെക്സിങ്. നോക്കിക്കേ, ഒരു ആപ്ലിക്കേഷൻ ലെയറിനകത്ത് ഒന്നിൽ കൂടുതൽ പ്രോസസ്സ് റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, കൺസിഡർ P1, P2, P3 ഡിഫറെൻറ്റ് പ്രോസസ്സർ ആൻഡ് ഈച്ച് പ്രോസസ്സർ നീഡ് ടു സെൻഡ് ദ മെസ്സേജസ് ലൈക്ക് M1, M2, M3 ടു ദ സെയിം ക്ലയൻറ്റ് പ്രോസസ്സ്. അതായത് ക്ലയൻറ്റ് പ്രോസസ്സിനകത്തേക്ക് സെൻഡ് ചെയ്യുന്നുണ്ട് ടു ദ സെയിം ക്ലയൻറ്റ് പ്രോസസ്സ് ഓഫ് ദ ട്രാൻസ്പോർട്ട് ലെയർ. രണ്ടും ഒരേ മെഷീനിൽ നിന്നാണ് പോകുന്നത്. ദിസ് ഇസ് എ ക്ലയൻറ്റ് ആൻഡ് ദിസ് ഇസ് എ സെർവർ. വി നീഡ് ടു എസ്റ്റാബ്ലിഷ് എ കണക്ഷൻ ബിറ്റ്വീൻ, വി നീഡ് ടു സെൻഡ് സം ടൈപ്പ് ഓഫ് എ പ്രോസസ് ഫ്രം ബിറ്റ്വീൻ ക്ലയൻറ്റ് പ്രോസസ് ഡേറ്റ ബിറ്റ്വീൻ ക്ലയൻറ്റ് ആൻഡ് ദ സെർവർ. So suppose P1, P2, P3 are the running process in the client side, and this P1, P2, P3 are sending messages M1, M2, M3 at the same time. What is happening is these three messages are actually belongs to two different servers. അങ്ങോട്ടൊക്കെയാണ് അയച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ what they will do is in the transport layer using a multiplexer it will multiplex all the packets. ഇത് ഒരുമിച്ച് മൾട്ടിപ്ലെക്സ് ചെയ്ത് ആ പറയുന്ന ട്രാൻസ്പോർട്ട് ലെയറിനകത്തേക്ക് ഇൻപുട്ട് ചെയ്യിപ്പിക്കും using the multiplexer and will detach packet 1, packet 2, packet 3. This message we will separate this into packet 1. How we are converting into a packet
A message is converting into a packet when we are adding a TCP header. Okay, a header information add ചെയ്തപ്പോഴാണ് അതെന്താവുന്നത് പാക്കറ്റ് ആവുന്നത്. സോ നൗ there is a 3 packets, packet 1, packet 2 and packet 3. At the same time we can send the packet 1, packet 2, packet 3 to the server processor. ഇതൊക്കെ അയച്ചു കൊടുക്കാം. So we will check the address, destination address in the ഹെഡറിനകത്ത് ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് കൊടുക്കും. സപ്പോസ് P1 packet 1 and packet 3 destination address is the server 1 and packet 2's destination address is the server 2 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്നതിനെ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്താണ് മൾട്ടിപ്ലെക്സ്ഡ് വേയിലാണ് പോകുന്നത്. അപ്പോൾ പാക്കറ്റ് 3നെയും പാക്കറ്റ് 1നെയും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? ഡീമൾട്ടിപ്ലെക്സ് ചെയ്ത് 2 ഡിഫറെൻറ്റ് മെസ്സേജസ് ആക്കിയിട്ട് ആ മെസ്സേജസിനെ കറസ്പോണ്ടിങ് പ്രോസസ്സിനകത്തേക്ക് ഡെലിവർ ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് ഇതിനകത്ത് മൾട്ടിപ്ലെക്സിനകത്ത് നടക്കുന്നത്. ഇത് നോക്ക്, പാക്കറ്റ് 2ലാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന സെർവർ വരയ്ക്കുമ്പം സെർവർ ആണെന്ന് കാണിക്കണം. അതിനാണ് നമ്മൾ ഈ ബോക്സ് ഇട്ടിരിക്കുന്നത്. സെർവർ ആണെന്ന് കാണിക്കാനാണ് ഈ പറയുന്നത്. ഓക്കെ, അതിനകത്ത് P1 P2 ആപ്ലിക്കേഷൻ ലെയറും കാണിക്കണം, ട്രാൻസ്പോർട്ട് ലെയറും കാണിക്കണം. ഇതാണ് ഒരു സിസ്റ്റം ആകുന്നത്, ഒരു സെർവർ ആകുന്നത്. ഇത് ഇത്രയാണ് അടുത്ത സെർവർ, അതിൻ്റെ പ്രോസസ് 2. അതായത് ഏതാണ് പാക്കറ്റ് 2 അയക്കേണ്ടത് P2നാണ്. ഓക്കെ, പാക്കറ്റ് 2 ഇവിടേക്ക് വന്നു. പാക്കറ്റ് 2 വന്നിട്ട് ഇതിനെ ഡീമൾട്ടിപ്ലെക്സ് ചെയ്തു, മെസ്സേജ് 2 ആക്കി എന്ത് ചെയ്യും? ഇവിടെ തിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് മൾട്ടിപ്ലെക്സിങ് ആൻഡ് ഡീമൾട്ടിപ്ലെക്സിങ് നടക്കുന്നത്. ബാക്കി നിങ്ങൾ തിയറിയാണ്, ഈ പിക്ചർ വെച്ചിട്ടുള്ള ഡിസ്ക്രിപ്ഷനാണ് താഴെ കൊടുത്തിരിക്കുന്നത്. സോ ദിസ് ഈസ് ദി അനദർ പ്രിമിറ്റീവ്. ആൻഡ് ഫിഫ്ത്ത് പ്രിമിറ്റീവ് ഇസ് ഫ്ലോ കൺട്രോൾ. ഫ്ലോ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങൾ ഓൾറെഡി നെറ്റ്വർക്ക് ലെയറിലൊക്കെ പഠിച്ചതാണ് എന്താണ് ഫ്ലോ കൺട്രോൾ എന്ന്. അതായത് ഹിയർ നമ്മൾ എന്താണ്, ഒരാൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, കൺസ്യൂമർ കൺസ്യൂം ചെയ്യുന്നു. പ്രൊഡ്യൂസർ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്ത് പോയാൽ കൺസ്യൂമറിന് അത്രയും കപ്പാസിറ്റി ഇല്ലെങ്കിൽ ഇത് പാക്കറ്റ് എന്ത് ചെയ്യും? ലോസ് ആവും. അപ്പോൾ വി നീഡ് സം സോർട്ട് ഓഫ് എ ഫ്ലോ കൺട്രോൾ. ഓക്കെ, അതാണ് നമ്മൾ ഫ്ലോ കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കാം, സെൻഡർ ഉണ്ട്, റിസീവർ ഉണ്ട്. അപ്പോൾ സെൻഡർ എന്ന് പറയുന്നത് ആരാണ്? ആപ്ലിക്കേഷൻ ലെയറിൽ നിന്നും നമ്മൾ ട്രാൻസ്പോർട്ട് ലെയറിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഏതോ ഒരു പ്രോസസ്സർ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെസ്സേജ് ഈ ട്രാൻസ്പോർട്ട് ലെയർ എന്ത് ചെയ്യുന്നുണ്ട്? കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതായത് ആപ്ലിക്കേഷൻ ലെയറിൽ കിട്ടുന്ന മെസ്സേജസിനെ എല്ലാം ട്രാൻസ്പോർട്ട് ലെയർ മേടിക്കണം ഇൻ ദ സെൻസ് ഇത് പുഷ് ചെയ്യുവാണ് ചെയ്യുന്നത്. എന്താണ്? ആപ്ലിക്കേഷൻ ലെയർ അങ്ങ് അയക്കുവാണ്. സോ ആപ്ലിക്കേഷൻ ലെയർ ഈസ് പുഷിങ് സം സോർട്ട് ഓഫ് എ മെസ്സേജ്. ഓക്കെ, മെസ്സേജ് ടു ദി ട്രാൻസ്പോർട്ട് ലെയർ. ഓക്കെ, സോ ദ ട്രാൻസ്പോർട്ട് ലെയർ നീഡ് ടു കൺസ്യൂം ദാറ്റ് മെസ്സേജ്. ആ പറയുന്ന മെസ്സേജ് കൺസ്യൂം ചെയ്യണം. അതായത് ഇവിടെ മെസ്സേജ് എന്ന് പറയുന്നത് എഴുതി വെച്ചിട്ടുണ്ട്, മെസ്സേജ് പുഷ് ചെയ്യുവാണ്. മെസ്സേജ് പുഷ് ചെയ്യാൻ ഇൻ ദ സെൻസ് ഇയാളുടെ അനുവാദമില്ലാതെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? മെസ്സേജസ് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരാളുടെ അനുവാദമില്ലാതെ മെസ്സേജസ് പുഷ് ചെയ്യാന്ന് വെച്ചാൽ ഫ്ലോ കൺട്രോൾ എവിടെയാണ് വരേണ്ടത്? ഈ പറയുന്ന പ്രൊഡ്യൂസറിനും ഈ പറയുന്ന കൺസ്യൂമർ, അതായത് സെൻഡർ സൈഡിലിരിക്കുന്ന ആപ്ലിക്കേഷൻ ലെയറിനും സെൻഡർ സൈഡിലിരിക്കുന്ന ട്രാൻസ്പോർട്ട് ലെയറും തമ്മിൽ ഒരു ഫ്ലോ കൺട്രോൾ മെക്കാനിസം മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി അടുത്ത എന്താണ്? ഈ പറയുന്ന ട്രാൻസ്പോർട്ട് ലെയറിൽ നിന്നും കൺസ്യൂം ചെയ്ത മെസ്സേജിനെ ഞാൻ ആർക്ക് പാസ് ചെയ്യണം? റിസീവറിൻ്റെ അല്ലെങ്കിൽ സെർവറിൻ്റെ ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് പാസ് ചെയ്യണം. ഇവിടെ എന്താണ്? പ്രൊഡ്യൂസറിനെ കിട്ടുക, അതായത് കൺസ്യൂം ചെയ്ത സംഭവം, പിന്നെ ഇവിടുത്തെ പ്രൊഡ്യൂസർ, അതായത് ഈ പറയുന്ന ക്ലയൻറ്റ് സൈഡിൽ കിടക്കുന്ന ട്രാൻസ്പോർട്ട് ലെയർ കണ്ടെയ്ൻസ് കൺസ്യൂമർ ആൻഡ് പ്രൊഡ്യൂസർ ഉണ്ട്. ഓക്കെ, സോ പ്രൊഡ്യൂസർ വിൽ സ്റ്റാർട്ട്സ് ടു push the packets to the transport layer of the server side. സെർവർ സൈഡിലിരിക്കുന്ന ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് പാക്കറ്റിനെ പുഷ് ചെയ്യുവാണ് ചെയ്യുന്നത്. അതായത് സെർവർ സൈഡിലിരിക്കുന്ന ട്രാൻസ്പോർട്ട് ലെയർ ഇവിടെ കൺസ്യൂം ചെയ്യുവാണ്. സോ ലൈക്ക് വൈസ് ആപ്ലിക്കേഷൻ ലെയർ സെൻറ്ററിലിരിക്കുന്ന ട്രാൻസ്പോർട്ട് ലെയറിലും പ്രൊഡ്യൂസർ കൺസ്യൂമർ ഉണ്ട്, റിസീവർ സൈഡിലും കൺസ്യൂമർ പ്രൊഡ്യൂസർ ഉണ്ട്. ഇത് നോക്കിക്കൊള്ളാം. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇവിടെ ആര് ചെയ്യണം? കൺസ്യൂമർ ആയിരിക്കണം. അപ്പോൾ പാക്കറ്റ്സ് ഇവിടെ പുഷ് ചെയ്തു, ഇയാളുടെ കയ്യിൽ വന്നു. ഇയാളുടെ അനുവാദം ചോദിച്ചിട്ടാണോ ഇയാൾ കൊടുത്തിരിക്കുന്നത്? അല്ല, ഇയാൾക്ക് കിട്ടിയ കാര്യങ്ങൾ ഫുൾ ഇങ്ങോട്ടേക്ക് പുഷ് ചെയ്തു. അപ്പോൾ എവിടെയാണ് അടുത്ത ഫ്ലോ കൺട്രോൾ വേണ്ടത്? ഈ ഒരു പോർഷനിൽ അടുത്ത ഫ്ലോ കൺട്രോൾ മെക്കാനിസം വേണം. ഇവർ തമ്മിൽ ആരൊക്കെ? ആപ്ലിക്കേഷൻ ട്രാൻസ്പോർട്ട് ലെയർ ഓഫ് ദി സെൻഡർ ആൻഡ് ദി ട്രാൻസ്പോർട്ട് ലെയർ ഓഫ് ദി റിസീവർ. ഇനി എന്ത് ചെയ്യും? പ്രൊഡ്യൂസർ, അതായത് സെൻഡർ സൈഡിൽ കിടക്കുന്ന ട്രാൻസ്പോർട്ട് ലെയർ
കൺസ്യൂം ചെയ്തു, കുറേ മെസ്സേജസിനെ കൺസ്യൂം ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ഇതെന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യണം. ആർക്ക് കൊടുക്കുന്നു? റിസീവറിന് കൊടുത്തുകൊണ്ടേയിരിക്കും. അതൊക്കെ റിസീവറിൻ്റെ ആപ്ലിക്കേഷൻ ലെയറിന് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇയാളുടെ ആവശ്യമില്ല. അപ്പം മെസ്സേജ് എന്താണ്? ഇവിടെ പുള്ള് ചെയ്യുവാണ് ചെയ്യുന്നത്. അതായത് കൺസ്യൂമർ റിക്വസ്റ്റ് ചെയ്യും, അതായത് റിസീവറിൻ്റെ ആപ്ലിക്കേഷൻ ലെയർ എന്ത് ചെയ്യും? റിക്വസ്റ്റ് ചെയ്യും ഫോർ ദ മെസ്സേജ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം എന്ത് ചെയ്യും? ആ ട്രാൻസ്പോർട്ട് ലെയർ, റിസീവറിൻ്റെ ട്രാൻസ്പോർട്ട് ലെയറിലുള്ള പ്രൊഡ്യൂസർ എന്ത് ചെയ്യും? മെസ്സേജസ് പുള്ള് ചെയ്യും. മെസ്സേജസ് അപ്പോൾ കൺസ്യൂമർ പുള്ളി എന്നല്ല, ഇത് ചോദിച്ചത് കാരണം മെസ്സേജസ് ആര് പുള്ള് ചെയ്തെടുക്കും? നമ്മുടെ കൺസ്യൂമർ ആപ്ലിക്കേഷൻ ലെയർ പുള്ള് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഇങ്ങനെ പുള്ള് ചെയ്തെടുക്കുന്നതിന് ഇവിടെ ഫ്ലോ കൺട്രോളിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഇയാൾക്ക് കൺസ്യൂം ചെയ്യാൻ സ്പേസ് ഉള്ളത് കൊണ്ടാണ് ഇയാൾ പുള്ള് ചെയ്യുന്നത്, ആപ്ലിക്കേഷൻ ലെയർ പുള്ള് ചെയ്യുന്നത്. സോ we need flow control mechanism in two portions in the case of transport layer communications. One is in the application layer of the sender side as well as the application layer of the transport layer. അത് രണ്ടുപേരും തമ്മിൽ. നെക്സ്റ്റ് വൺ is next flow control mechanism is needed in between the transport layer of the sender side and the transport layer of the receiver side. ഇവിടെയാണ് വേണ്ടത്. ഇതാണ് നമ്മുടെ ഫ്ലോ കൺട്രോൾ മെക്കാനിസംസ് പറയുന്നത്. ഇത് നോട്ട് വായിച്ചാൽ മതി. സെൻറ്റർ സൈഡിൽ എന്താണ് നടക്കുന്നതെന്ന് എഴുതിയിട്ടുണ്ട്, റിസീവർ സൈഡിൽ എന്താണ് നടക്കുന്നതെന്ന് എഴുതിയിട്ടുണ്ട്. സോ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സർവീസസ് എറർ കൺട്രോൾ. എന്താണ്? എങ്ങനെ നമുക്ക് എററിനെ കൺട്രോൾ ചെയ്യാം? അതിന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോക്കോളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോക്കോൾ. അതുമാത്രമല്ല, നമ്മൾ എറർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സീക്വൻസ് നമ്പർ, നമുക്ക് ഏത് പാക്കറ്റാണ് മിസ് ചെയ്തതെന്ന് അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ സീക്വൻസ് നമ്പേഴ്സ്, അക്നോളജ്മെൻറ്റ്, ടൈം ഔട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നോക്കാം. ട്രാൻസ്പോർട്ട് ലെയർ ഓൾസോ പ്രൊവൈഡ്സ് എറർ കൺട്രോൾ. ട്രാൻസ്പോർട്ട് ലെയർ പ്രൊവൈഡ്സ് എറർ കൺട്രോൾ. എന്താണ് ചെയ്യുന്നത്? ഇറ്റ് വിൽ ഡിറ്റക്റ്റ് ആൻഡ് ഡിസ്കാർഡ് ദി കറപ്റ്റഡ് പാക്കറ്റ്സ് ഡിസ്കാർഡ് ചെയ്യുകയും അതുപോലെ തന്നെ ദേ വിൽ കീപ്പ് എ ട്രാക്ക് ഓഫ് ലോസ്റ്റ് ആൻഡ് ഡിസ്കാർഡഡ് പാക്കറ്റ്സ് ആൻഡ് റീസെൻഡ് ദം. വീണ്ടും റീസെൻഡ് ചെയ്യും. ഈ റീസെൻഡിങ് എല്ലാം പോസിബിൾ ആയിരിക്കണമെങ്കിൽ വി നീഡ് ടു do some sort of error control mechanisms so that we are using the sequence number, acknowledgements and timeouts നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. So recognize duplicate packets. How we are going to recognize our duplicate packets using the sequence number. Same sequence number ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ we can just discard that duplicated packets and buffer out of order packets. out of order ആയിട്ട് വരുന്നത് ഇപ്പോൾ ഒരു പാക്കറ്റ് ഒരുമിച്ചല്ല, അതായത് ഒരേ ഓർഡറിലല്ല പോകുന്നത്, പാക്കറ്റ്സ് ഡിസോർഡറിലായിട്ടാണ് തിരിച്ച് കിട്ടുന്നതെങ്കിൽ നമുക്കൊരു പാക്കറ്റ് അതിൻ്റെ ഇടയിൽ മിസ്സായി കഴിഞ്ഞാൽ അത് കിട്ടുന്നത് വരെ എന്ത് ചെയ്യണം? ഔട്ട് ഓഫ് ഓർഡർ വന്ന പാക്കറ്റ്സിനെ ബഫർ ചെയ്ത് കീപ്പ് ചെയ്യണം. അപ്പോൾ സെൻറ്ററിൽ നിന്ന് റിസീവറിലേക്ക് പാക്കറ്റ്സിനെ സെൻഡ് ചെയ്യുന്നത് ഓർഡർ ആയിട്ടല്ല, ഡിസോർഡർ ആയിട്ടാണ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ ഈ പറയുന്ന റിസീവറിന് കിട്ടുന്നതും പല പല ഓർഡറിലായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു പാക്കറ്റ് മിസ്സായി പോയാൽ നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഔട്ട് ഓഫ് ഓർഡർ ആയിട്ട് വരുന്ന പാക്കറ്റ്സിനെ എല്ലാം തന്നെ ബഫർ ചെയ്ത് സൂക്ഷിക്കണം. അപ്പോൾ ഇൻ ഓർഡർ ടു അച്ചീവ് എറർ കൺട്രോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ വി യൂസ് സീക്വൻസ് നമ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, അക്നോളജ്മെൻറ്റ്സ്, അതായത് ഒരു പാക്കറ്റ് റിസീവറിനകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ റിസീവർ സെൻറ്ററിന് എന്ത് ചെയ്യണം? ഒരു അക്നോളജ്മെൻറ്റ് മെസ്സേജ് പാസ് ചെയ്യണം. പിന്നെ ടൈം ഔട്ട്, ഒരു സെൻറ്റർ ഒരു ടൈമിൽ ഫിക്സഡ് ടൈം ഉണ്ടാവും, സെൻറ്റർ റിസീവറിന് അയച്ചു, ഇത്ര സമയം കഴിഞ്ഞിട്ടും അക്നോളജ്മെൻറ്റ് ഒന്നും തിരിച്ചു വന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പാക്കറ്റിനെ എന്താണ്? ലോസ്റ്റ് പാക്കറ്റായിട്ട് കണക്കാക്കും. എന്നിട്ട് വീണ്ടും റീസെൻഡ് ചെയ്യും. So in order to achieve flow control error control achieve ചെയ്യാൻ, in order to achieve flow control and error control, to provide flow control it requires, അപ്പം ഫ്ലോ കൺട്രോളിനാണെങ്കിൽ രണ്ട് ബഫേഴ്സ് വേണം. ഒന്ന് സെൻഡർ സൈഡിലും വേറൊന്ന് റിസീവർ സൈഡിലും. അതാണ് പ്രൊഡ്യൂസർ കൺസ്യൂമർ. ഫ്ലോ കൺട്രോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു, പ്രൊഡ്യൂസർ കൺസ്യൂമർ. അപ്പം ഒരു ഫ്ലോ കൺട്രോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ we need two buffers, one at the sender side and the other at the receiver side. എറർ കൺട്രോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ വി നീഡ് ടു യൂസ് സീക്വൻസ് നമ്പർ ആൻഡ് അക്നോളജ്മെൻറ്റ്സ് യൂസ് ചെയ്യണം. ഇനി നമുക്ക് വേറൊരാളെയും കൂടെ യൂസ് ചെയ്യാം. എന്താണ്? സ്ലൈഡിംഗ് വിൻഡോസ് ആണെങ്കിൽ നമുക്ക് രണ്ടും അച്ചീവ് ചെയ്യാം. എറർ കൺട്രോളും ഫ്ലോ കൺട്രോളും അച്ചീവ് ചെയ്യാൻ പറ്റും. സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോക്കോൾ അറിയാമല്ലോ. അതായത് ഇപ്പം ഒരു വിൻഡോയുടെ സൈസ് 5 ആണെങ്കിൽ നമുക്ക് 3 വരെയുള്ള പാക്കറ്റ്സ് എത്തിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അത് ഫില്ലാകുന്ന വരെ നമുക്ക് നിൽക്കാം, എന്നിട്ട് ഒരുമിച്ച് സെൻഡ് ചെയ്യാം. അപ്പോൾ ഏത് പാക്കറ്റാണോ ചിലപ്പോൾ ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ ചില പാക്കറ്റ്സ് മിസ്സാവും. അപ്പോൾ ആ മിസ്സായാൽ നമുക്ക് ഗോ ബാക്ക് ആൻഡ് പിന്നെ സെലക്റ്റീവ് റിപ്പീറ്റ് എന്ന് പറഞ്ഞ് രണ്ട് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോക്കോൾസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ നെറ്റ്വർക്കിനകത്ത് പഠിക്കുന്നതാണ്, ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവണം.
നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സർവീസ് ഇസ് കൺജഷൻ കൺട്രോൾ. എന്താണ് കൺജഷൻ കൺട്രോൾ? അതായത് നമ്മുടെ നെറ്റ്വർക്കിൽ ഒരുപാട് ഡേറ്റാസ് സെൻഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും എന്താണ് നമ്മുടെ നെറ്റ്വർക്ക് ജാമായി പോകും. അപ്പോൾ അങ്ങനെ വരുന്നൊരു സിറ്റുവേഷൻ അറൈസ് ചെയ്ത് കഴിഞ്ഞാൽ വി നീഡ് ടു കൺട്രോൾ സച്ച് ടൈപ്പ് ഓഫ് എ കൺജഷൻ യൂസിങ് ഡിഫറെൻറ്റ് പോളിസീസ്. പല പോളിസീസ് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യാൻ ട്രൈ ചെയ്യും. അപ്പോൾ അതിന് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്ന 2 കൺട്രോൾ മെക്കാനിസംസ് ആണ് ഓപ്പൺ ലൂപ്പ് കൺജഷൻ കൺട്രോളും ക്ലോസ്ഡ് ലൂപ്പ് കൺജഷൻ കൺട്രോൾ. ഓപ്പൺ ലൂപ്പ് കൺജഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ കൺജഷൻ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ പ്രിവെൻഷൻ എടുക്കുക, അതായത് പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കും നമ്മൾ. ഓക്കെ, ഒരു കൺജഷൻ ഉണ്ടാകാൻ പോകുന്നു, ചാൻസ് ഉണ്ട് എന്ന് അത് പറയുന്നതിനനുസരിച്ച് മെസ്സേജ് കിട്ടുന്നതിനനുസരിച്ച് നമ്മളിവിടെ എന്ത് ചെയ്യും, നമ്മുടെ സെൻഡ് ചെയ്ത് കൊടുക്കുന്നതും എല്ലാത്തിനും സ്ലൈഡിംഗ് വിൻഡോയുടെ സൈസ് കുറയ്ക്കുകയൊക്കെ ചെയ്യും. ഓക്കെ, അതേസമയം ക്ലോസ്ഡ് ലൂപ്പ് കൺജഷൻ കൺട്രോൾ ആണെങ്കിൽ കൺജഷൻ ഉണ്ടായി കഴിഞ്ഞു, ഓൾറെഡി നെറ്റ്വർക്കിൽ കൺജഷൻ വന്നു, അതിനെ എങ്ങനെ സോൾവ് ചെയ്യാം, അതാണ് ക്ലോസ്ഡ് ലൂപ്പ് കൺജഷൻ കൺട്രോളിനകത്ത് പറയുന്നത്. സോ കൺജഷൻ ഒക്കേഴ്സ് ഇഫ് ദ ലോഡ് ഓൺ ദ നെറ്റ്വർക്ക് ഈസ് ഗ്രേറ്റർ ദാൻ ദ കപ്പാസിറ്റി ഓഫ് ദ നെറ്റ്വർക്ക്. നെറ്റ്വർക്കിൻ്റെ കപ്പാസിറ്റിനേക്കാട്ടിൽ അതിൻ്റെ ലോഡ് കൂടുവാണെങ്കിൽ എന്തുണ്ടാകും, കൺജഷൻ ഉണ്ടാകും. കൺജഷൻ കൺട്രോൾ റെഫേഴ്സ് ടു ദ മെക്കാനിസം ആൻഡ് ടെക്നിക്സ് ടു കൺട്രോൾ ദ കൺജഷൻ ആൻഡ് കീപ് ദ ലോഡ് ബിലോ. നമുക്ക് കപ്പാസിറ്റിയുടെ താഴെ അതിൻ്റെ ലോഡ് കീപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 2 കൺജഷൻ കൺട്രോൾ മെക്കാനിസംസ് ആണ് ഓപ്പൺ ലൂപ്പ് കൺജഷൻ കൺട്രോളും ക്ലോസ്ഡ് ലൂപ്പ് കൺജഷൻ കൺട്രോളും. ഓപ്പൺ ലൂപ്പ് കൺജഷൻ കൺട്രോൾ എന്ന് പറയുമ്പം പോളിസീസ് ആർ അപ്ലൈഡ് ടു പ്രിവെൻറ്റ് കൺജഷൻ ബിഫോർ ഹാപ്പൻസ്. അതുണ്ടാകുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യും, കൺജഷനെ പ്രിവെൻറ്റ് ചെയ്യും. ക്ലോസ്ഡ് ലൂപ്പ് കൺജഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ട്രൈ ടു അലീവിയേറ്റ് ദ കൺജഷൻ ആഫ്റ്റർ. അത് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം, അതായത് കൺജഷൻ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം വി വിൽ ട്രൈ ടു അലീവിയേറ്റ് ദറ്റ് കൺജഷൻ. ഓക്കെ, ഇനി ഓപ്പൺ ലൂപ്പ് കൺജഷൻ കൺട്രോളിൽ വരുന്ന ട്രാൻസ്പോർട്ട് ലെയറിൽ യൂസ് ചെയ്യുന്ന ഓപ്പൺ ലൂപ്പ് കൺജഷൻ കൺട്രോൾ മെക്കാനിസംസ് ആണ്. ഒന്ന് റീട്രാൻസ്മിഷൻ പോളിസി, സെക്കൻഡ് വൺ ഇസ് വിൻഡോ പോളിസി, തേർഡ് വൺ ഇസ് അക്നോളജ്മെൻറ്റ് പോളിസീസ്. ഒരുപാടായിട്ടൊന്നും പഠിക്കാനില്ല, ജസ്റ്റ് നമുക്ക് എന്താണെന്ന് മാത്രം നോക്കാം. റീട്രാൻസ്മിഷൻ പോളിസി എന്ന് പറഞ്ഞാൽ വി കനോട്ട് കംപ്ലീറ്റ്ലി അവോയ്ഡ്. നമുക്ക് കൺജഷൻ വന്നു എന്ന് വിചാരിച്ചിട്ട്, അതായത് ഓപ്പൺ ലൂപ്പ് എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്നു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് റീട്രാൻസ്മിഷൻസിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. റീട്രാൻസ്മിഷൻ പോളിസി ആൻഡ് റീട്രാൻസ്മിഷൻ ടൈമേഴ്സ് മസ്റ്റ് ബി ഡിസൈൻ ടു ഒപ്റ്റിമൈസ് എഫിഷ്യൻസി ആൻഡ് ടു പ്രിവെൻറ്റ്. അതായത് റീട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു പോളിസി ഒരു കീപ്പ് ചെയ്യും, അതായത് എങ്ങനെ ഏത് സമയത്ത് റീട്രാൻസ്മിറ്റ് ചെയ്യണം എന്നുള്ളൊരു പോളിസിയും, അതുപോലെ തന്നെ റീട്രാൻസ്മിഷൻ ടൈമേഴ്സ്, ഇത്ര സമയത്തിനുള്ളിൽ ഇന്ന പാക്കറ്റ് വന്നില്ല, അങ്ങ് എത്തിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതായത് സെൻഡറിന് അക്നോളജ്മെൻറ്റ് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സെൻഡർ മനസ്സിലാവും ഓക്കെ ആ പാക്കറ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടില്ല, സോ ദേ വിൽ ട്രൈ ടു റീസെൻഡ്. അത് ഇത്ര സമയം, അത് റീട്രാൻസ്മിഷൻ ടൈമർ സെറ്റ് ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, കൺജഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ പോകുന്നത് ആൻഡ് ട്രൈ ടു ഗെയിൻ ദ എഫിഷ്യൻസി ഗെയിൻ ചെയ്യാൻ നോക്കും. ഓക്കെ, ഇതാണ് റീട്രാൻസ്മിഷൻ പോളിസി. സോ വി കനോട്ട് കംപ്ലീറ്റ്ലി അവോയ്ഡ് ദ റീട്രാൻസ്മിഷൻ ഫ്ലോ പോളിസി. ഇൻസ്റ്റെഡ് വി ആർ യൂസിങ് സം കൈൻഡ് ഓഫ് എ പോളിസീസ് ഫോർ ദ റീട്രാൻസ്മിഷൻ ആസ് വെൽ ആസ് ദ റീട്രാൻസ്മിഷൻ ടൈമേഴ്സും യൂസ് ചെയ്യും. ഓക്കെ, അടുത്തത് വിൻഡോ പോളിസിയാണ്. ഞാൻ നേരത്തെ അത് പറഞ്ഞു കഴിഞ്ഞു. ഇഫ് സപ്പോസ് ഓപ്പൺ ലൂപ്പ് കൺജഷൻ കൺട്രോൾ ആണ് എന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഓൾറെഡി കൺജഷൻസ് വന്നിട്ടില്ല, കൺജഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അതിന് പ്രിക്കോഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വിൻഡോ സൈസ് കുറയ്ക്കാം. ടൈപ്സ് ഓഫ് വിൻഡോ നമുക്ക് സെലക്റ്റീവ് റിപ്പീറ്റോ ഗോ ബാക്ക് എന്നോ യൂസ് ചെയ്യാം. ഓക്കെ, ഗോ ബാക്ക് എന്ന് പറഞ്ഞാൽ അതുവരെയുള്ള പകുതി വരെയുള്ള അക്നോളജ്മെൻറ്റ് വന്നു, ബാക്കിയൊന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു നമ്പർ ഓഫ് മെസ്സേജസിനെ വീണ്ടും നമ്മൾ സെൻഡ് ചെയ്യും. സെലക്റ്റീവ് റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഏതാണോ നമുക്ക് കിട്ടും ആ സെലക്റ്റീവ് റിപ്പീറ്റ് എടുക്കും. ഇതാണ് സെലക്റ്റീവ് റിപ്പീറ്റ് ആൻഡ് ഗോ ബാക്ക് എൻ. അപ്പം ഒന്നെങ്കിൽ നമുക്ക് വിൻഡോയുടെ സൈസ് കുറയ്ക്കാം, അത് വേറൊരു പോളിസിയാണ് വിൻഡോ പോളിസിയിൽ പറയുന്നത്. സോ ദർ ആർ 2 ടൈപ്പ് ഓഫ് വിൻഡോ പോളിസീസ്. വൺ ഈസ് സെലക്റ്റീവ് റിപ്പീറ്റ് ആൻഡ് ഗോ ബാക്ക് എൻ. ഏത് യു ക്യാൻ റെഡ്യൂസ് ദ സൈസ് ഓഫ് ദി, ഇതിനകത്ത് രണ്ടിലായിരുന്നാലും വി ക്യാൻ റെഡ്യൂസ് ദി സൈസ് ഓഫ് ദി വിൻഡോ. ഓക്കെ, ദ മോസ്റ്റ് എഫക്റ്റീവ് വൺ ഈസ് സെലക്റ്റീവ് റിപ്പീറ്റ് ആയിരിക്കും ഏറ്റവും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് അക്നോളജ്മെൻറ്റ് പോളിസി. ഇഫ് ദ റിസീവർ ഡസ് നോട്ട് അക്നോളജ് എവറി പാക്കറ്റ് ഇറ്റ് റിസീവ് ഇറ്റ് മേ സ്ലോ ഡൗൺ ദി സെൻഡർ ആൻഡ് ഹെൽപ്പ് പ്രിവെൻറ്റ് കൺജഷൻ. അതായത് വരുന്ന എല്ലാ പാക്കറ്റിനും റിസീവർ എന്ത് ചെയ്യുന്നില്ല, അക്നോളജ്മെൻറ്റ് അയക്കുന്നില്ല. അക്നോളജ്മെൻറ്റ് അയക്കാതിരിക്കുമ്പോൾ സെൻഡർ എന്ത് ചെയ്യും, അടുത്ത പാക്കറ്റ് സെൻഡ് ചെയ്യാൻ ഒരു ഡിലേ കാണിക്കും. അപ്പോഴെന്ത് ചെയ്യാം, നമ്മുടെ നെറ്റ്വർക്കിനകത്തുള്ള കൺജഷൻസിനെ നമുക്ക് കുറയ്ക്കാം. ഇഫ് ദ റിസീവർ ഡസ് നോട്ട് അക്നോളജ്മെൻറ്റ് എവറി പാക്കറ്റ് ഇറ്റ് റിസീവ്, അതായത് അക്നോളജ്മെൻറ്റും കൂടി വരുമ്പോഴേക്കും ആണ് കുറച്ചും കൂടി നമ്മുടെ നെറ്റ്വർക്ക് കൺജസ്റ്റഡ് ആകുന്നത്. അപ്പം നമ്മുടെ റിസീവർ, ഇപ്പോൾ ഇത് സെൻഡർ, ഇത് റിസീവർ, ഇപ്പോൾ ഈ സെൻഡർ ഇങ്ങോട്ട് പാസ് ചെയ്യുന്നു, ഇയാൾ റിസീവർ പെട്ടെന്ന് തന്നെ
അക്നോളജ്മെൻറ്റ് തിരിച്ചയച്ചില്ല എങ്കിൽ സെൻഡർ അതിനനുസരിച്ച് അടുത്ത മെസ്സേജിനെ പാസ് ചെയ്യത്തുള്ളൂ അക്നോളജ്മെൻറ്റ് കിട്ടുന്നതിനനുസരിച്ച്. അപ്പോൾ അക്നോളജ്മെൻറ്റ് കൊടുക്കുന്നത് കുറച്ച് താമസിച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗുഡ് ടു അവോയ്ഡ് ദി കൺജഷൻ. ഓക്കെ, കൺജഷൻ അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, സോ ദിസ് ഈസ് അനദർ പോളിസി, ദാറ്റ് ഈസ് അക്നോളജ്മെൻറ്റ് പോളിസി. സോ total 3 policies we already studied in open loop congestion control mechanism. One is retransmission policy, second one is window policy, and the third one is an acknowledgement policy. നെക്സ്റ്റ് വൺ ഈസ് എ ക്ലോസ്ഡ് ലൂപ്പ് കൺജഷൻ കൺട്രോൾ. അതായത് ഇത് ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറയുമ്പം ഓൾറെഡി കൺജഷൻ ഹാപ്പൻഡ് ആയി. നെക്സ്റ്റ് വൺ ഈസ് വി ആർ ട്രൈങ് ടു അലീവിയേറ്റ് ദാറ്റ് കൺജഷൻ. ആ കൺജഷനെ അലീവിയേറ്റ് ചെയ്യാൻ നോക്കുന്നു. അലീവിയേറ്റ് കൺജഷൻ ആഫ്റ്റർ ഇറ്റ് ഹാപ്പൻസ്. എന്താ ചെയ്യുന്നത്? സെൻഡേഴ്സിൻ്റെ വിൻഡോ സൈസിനെ കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആക്കി കീപ്പ് ചെയ്യും. ഓക്കെ, അതായത് ഇപ്പോൾ 5 പാക്കറ്റ്സ് ആണ് അറ്റ് എ ടൈം സെൻഡ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ അതിൻ്റെ അക്നോളജ്മെൻറ്റിന് വേണ്ടിയിട്ടും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു എങ്കിൽ ആ വിൻഡോ സൈസിനെ പയ്യെ കുറയ്ക്കും. ഓക്കെ, അപ്പോൾ അത് വിൻഡോ സൈസ് 2 പാക്കറ്റ്സ് സെൻഡ് ചെയ്യുന്നുള്ളൂ, ആ രീതിയിലാക്കും. അപ്പോൾ സെൻഡേഴ്സ് വിൻഡോ സൈസ് ക്യാൻ ബി മെയ്ഡ് ഫ്ലെക്സിബിൾ ഇൻ ദ കേസ് ഓഫ് എ ക്ലോസ്ഡ് ലൂപ്പ് കൺജഷൻ കൺട്രോൾ. ഓക്കെ, നമ്മളിവിടെ പറഞ്ഞത് ഞാൻ ഇതും കൂടി ചേർത്താണ് പറഞ്ഞത്, അത് ക്ലോസ്ഡ് ലൂപ്പാണ് കേട്ടോ. വിൻഡോ പോളിസിയിൽ വരുന്നത് 2 തരത്തിലുള്ളതേ ഉള്ളൂ, സെലക്ട്, റിപ്പീറ്റ് ആൻഡ് ഗോ ബാക്ക്. അവിടെ തന്നെ ഞാൻ എന്തിൻ്റെ കാര്യം പറഞ്ഞു? വിൻഡോ സൈസ് കുറയ്ക്കുന്നത് ഏതിനകത്ത് വരുന്നതാണ്? ക്ലോസ്ഡ് ലൂപ്പ് കൺജഷൻ കൺട്രോളിലാണ്. ട്രാൻസ്പോർട്ട് ലെയർ അറ്റ് ദ സെൻറ്റർ മോണിറ്റേഴ്സ് ദ കൺജഷൻ ഇൻ ദ ഇൻ്റർനെറ്റ് ബൈ വാച്ചിങ് ദ ലോസ്റ്റ് പാക്കറ്റ്. അപ്പം സെൻറ്റർ സൈഡിലുള്ള ട്രാൻസ്പോർട്ട് ലെയർ എന്ത് ചെയ്യും? നമ്മുടെ ഇൻ്റർനെറ്റിനെ, അതായത് മൊത്തത്തിലുള്ള നെറ്റിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് നെറ്റ്വർക്കിനകത്ത് കൺജഷൻ വരുന്നുണ്ടോ ഇല്ലേന്ന്. കൺജഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കൺജഷൻ വരുന്നതെന്ന് മനസ്സിലാവുന്നത്? നമ്മൾ സെൻഡ് ചെയ്യുന്ന പാക്കറ്റ്സ് എല്ലാം ലോസ്റ്റ് ആയി പോകുന്നു. അങ്ങനെ ഒരു വരുന്ന സമയത്താണ് അത് അവിടെ എത്തുന്നില്ല ഇൻ ദ സെൻസ് എന്താണ്? നമ്മുടെ നെറ്റ്വർക്ക് കൺജസ്റ്റഡ് ആണ്, അതുകൊണ്ടാണ് പാക്കറ്റ് എത്താത്തത്. അപ്പോൾ ലോസ്റ്റ് പാക്കറ്റ്സിൻ്റെ എണ്ണം അനുസരിച്ച് വി ക്യാൻ റെഡ്യൂസ് സെൻഡ് ചെയ്യുന്നത്, അതായത് പാക്കറ്റ്സ് സെൻഡ് ചെയ്യുന്നതിന് റെഡ്യൂസ് ചെയ്യാം. അങ്ങനെ അത് ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ ജോലിയാണ്, ഇൻ ഓർഡർ ടു മോണിറ്റർ ദി കൺജഷൻ. നെക്സ്റ്റ് വൺ ഈസ് ഡിക്രീസ് ദ വിൻഡോ സൈസ് ഓഫ് എ കൺജഷൻ. വിൻഡോ സൈസ് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം. നമുക്ക് നമ്മുടെ ഇതിനനുസരിച്ച്, അതായത് നെറ്റ്വർക്കിനനുസരിച്ച് നമുക്ക് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. ദെൻ അനദർ സർവീസ് ഈസ് കണക്ഷൻലെസ് സർവീസ്. ഓക്കെ, കണക്ഷൻ. അപ്പം ട്രാൻസ്പോർട്ട് ലെയറിനകത്ത് 2 തരത്തിലുള്ള പ്രോട്ടോക്കോൾസ് ഉണ്ട്. TCP എന്നും ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ എന്നും യൂസർ ഡേറ്റാഗ്രാം പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞിട്ട് 2 പ്രോട്ടോക്കോൾസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിനകത്ത് ഫസ്റ്റ് വൺ ആണ്. ഓക്കെ, അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കണക്ഷൻലെസ് സർവീസ് എന്നും കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസ് എന്നും പറയുന്നത്. കണക്ഷൻലെസ് എന്ന് പറയുമ്പം സോഴ്സ് പ്രോസസ് ഡിവൈഡ്സ് അതായത് സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനകത്തേക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ കണക്ഷൻലെസ്സിൻ്റെ കേസാണ് പറയുന്നത്. മെസ്സേജ് പാസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഹോൾ മെസ്സേജസിനെ ഡിഫറെൻറ്റ് ചങ്ക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും, ചങ്ക്സ് ഓഫ് ഡേറ്റാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിനകത്ത് ഒരു ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ ഈ ചങ്ക്സുകൾ തമ്മിൽ, അതായത് ഈ ചങ്ക്സ് ഓഫ് ഡേറ്റാസ് തമ്മിൽ ഡിപ്പെൻഡൻസി ഉണ്ടാവാൻ പാടില്ല. ദാറ്റ് മീൻസ് ഈച്ച് ഓഫ് ദ ഡേറ്റാസ് ആർ ഇൻഡിപെൻഡൻറ്റ് ടു ഈച്ച് അതർ ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഡേറ്റാസിനെ എന്ത് ചെയ്യും? നമ്മൾ ഇത് സെൻഡ് ചെയ്യും. ഒരു സെൻറ്ററിൽ നിന്നും റിസീവറിനകത്തേക്ക് മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഡിഫറെൻറ്റ് ചങ്ക്സ് ഓഫ് ഡേറ്റാസ് ആക്കി മാറ്റിക്കഴിഞ്ഞിട്ട് ആ ചങ്ക്സ് ഓഫ് ഡേറ്റ എന്തായിരിക്കണം? ഇൻഡിപെൻഡൻറ്റ് ടു ഈച്ച് അതർ ആയിരിക്കണം. അങ്ങനെയുള്ള ഡേറ്റ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കണക്ഷൻ ലെസ് സർവീസ് വെച്ചിട്ടായിരിക്കും യൂസ് ചെയ്യുക. എന്താണ് കണക്ഷൻ ലെസ് സർവീസ്? ദ പാക്കറ്റ്സ് മേ അറൈവ് ഔട്ട് ഓഫ് ഓർഡർ അറ്റ് ദ ഡെസ്റ്റിനേഷനിലേക്ക് അത് ഔട്ട് ഓഫ് ഓർഡറിലായിരിക്കാം എത്തുന്നത്. ആൻഡ് വിൽ ബി ഡെലിവേർഡ് ഔട്ട് ഓഫ് ഓർഡർ. അങ്ങനെയാണെങ്കിൽ പാക്കറ്റ്സ് മേ അറൈവ് ഔട്ട് ഓഫ് ഓർഡർ അറ്റ് ദ ഡെസ്റ്റിനേഷൻ ആൻഡ് വിൽ ബി ഡെലിവേർഡ് ഔട്ട് ഓഫ് ഓർഡർ ടു ദി സെർവർ പ്രോസസ്സറിനും ഡെലിവർ ചെയ്യുന്നത് അങ്ങനെയായിരിക്കും. നോക്ക്, ഇതാണ് ഫിഗർ. നിങ്ങൾ ഈ ഫിഗർ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഇതാണ് ക്ലയൻറ്റ് പ്രോസസ്സ് ആൻഡ് ഇതാണ് സെർവർ പ്രോസസ്സ്. അപ്പം ക്ലയൻറ്റ് പ്രോസസ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ക്ലയൻറ്റ് പ്രോസസ്സ് പോകുന്നുണ്ട്. ക്ലയൻറ്റ് പ്രോസസ്സറും ആ പറയുന്നതിൻ്റെ ക്ലയൻറ്റിൻ്റെ ട്രാൻസ്പോർട്ട് ലെയർ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി ക്ലയൻറ്റിൻ്റെ ട്രാൻസ്പോർട്ട് ലെയറിൽ നിന്ന് ഡയറക്റ്റ് എങ്ങോട്ടാണ് പോകുന്നത്? സെർവറിൻ്റെ ട്രാൻസ്പോർട്ട് ലെയറിൽ നിന്നാണ് സെർവറിൻ്റെ പ്രോസസ്സിനകത്തേക്ക് പോകുന്നത്. ഓക്കെ, ഇങ്ങനെ വരച്ചിട്ട് അപ്പോൾ ക്ലയൻറ്റ് പ്രോസസ് സ്റ്റാർട്ട്സ് ടു സെൻഡ് എ മെസ്സേജ്. ഓക്കെ, മെസ്സേജ് 0 സെൻഡ് ചെയ്തു. ദാറ്റ് മീൻസ് ദ ഹോൾ പാക്കറ്റ്സ് വി ആർ ഡിവൈഡിങ് ഇൻ ടു ഡിഫറെൻറ്റ് ചങ്ക്സ് ഓഫ് ഡേറ്റാസ് ആക്കി മാറ്റുന്നു. ആൻഡ് ഈച്ച് മെസ്സേജസ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ടു ഈച്ച് അതർ. രണ്ടും തമ്മിൽ യാതൊരു ബന്ധവും കാണില്ല. അപ്പം ആദ്യമേ ഒരു മെസ്സേജ് പോയി. ഈ മെസ്സേജിനെ എൻക്യാപ്സുലേറ്റ് ചെയ്യും. ഹെഡറും അതുപോലെ TCP ഏതാണോ ഹെഡർ, ആ ഹെഡറും മെസ്സേജും കൂടി ആകുമ്പോൾ അത് എന്തായി മാറും? പാക്കറ്റായി മാറും.
ആ പാക്കറ്റ് 0-നെ ഞാൻ സെൻഡ് ചെയ്തു. ഓക്കെ, ആ പറയുന്ന കറസ്പോണ്ടിങ് മെസ്സേജ് 0 എവിടെ എത്തി? സെർവർ പ്രോസസ്സിലെത്തി. രണ്ടാമത് മെസ്സേജ് ഞാൻ അയച്ചു. ആ പാക്കറ്റ് നോക്കൂ, ആ പാക്കറ്റ് ഇവിടെയാണ് എത്തുന്നത്. ഓക്കെ, അതിന് മുന്നേ അടുത്തത് ഇവിടെ എത്തി. നെക്സ്റ്റ്, അതായത് ഇതിന് അക്നോളജ്മെൻ്റ് ഒന്നും കിട്ടേണ്ട ആവശ്യമില്ല, അങ്ങ് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, കണക്ഷനിലെ സർവീസിലാണെങ്കിൽ അക്നോളജ്മെൻറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യത്തില്ല, അക്നോളജ്മെൻറ്റ് വേണ്ട കാര്യമില്ല. ബിക്കോസ് നമ്മൾ ഒരു ടൈം ഔട്ട് എങ്ങാനും സെറ്റ് ചെയ്തിട്ടായിരിക്കാം ഇത് മനസ്സിലാക്കുന്നത് പാക്കറ്റ് ലോസ് ആയോ ഇല്ലോ എന്നുള്ളത്. ഇനി മെസ്സേജ് 2 അയച്ചു. മെസ്സേജ് 2 ദേ ഇവിടെ പാക്കറ്റ് ആദ്യമേ കിട്ടുന്നുണ്ട്. നേരത്തെ അയച്ച മെസ്സേജ് 1 ഇപ്പോഴും കിട്ടിയിട്ടില്ല. അതായത് ഡെസ്റ്റിനേഷനിലേക്ക് ഈ മെസ്സേജ് 1 എത്തുന്നത് ഔട്ട് ഓഫ് ഓർഡർ ആയിട്ട്, മെസ്സേജ് 2 എത്തുന്നത് ഔട്ട് ഓഫ് ഓർഡർ ആയിരിക്കും. മൂന്നാമതാണ് ഞാൻ സെൻഡ് ചെയ്തത്, പക്ഷേ എനിക്ക് ഡെസ്റ്റിനേഷനിൽ എത്തുന്നത് രണ്ടാമത് എനിക്ക് കിട്ടുന്നുണ്ട്. ഇതാണ് കണക്ഷൻ ലെസ് സർവീസ് എന്ന് പറഞ്ഞാൽ. ഔട്ട് ഓഫ് ഓർഡർ ആയിട്ട് നമുക്ക് എവിടെ എത്താം? സെൻറ്ററിലേക്ക്, റിസീവറിനകത്ത് എത്തിച്ചേരാം. ഓക്കെ, അതിനകത്തൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എല്ലാ മെസ്സേജസും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. നെക്സ്റ്റ് വൺ ഇസ് കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസസ്. ഇൻ കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസസ് ബിഫോർ ഒരു പാക്കറ്റ് സെൻഡ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യം, ഈ 3 സ്റ്റെപ്പുകളാണ് പോസിബിൾ ആക്കേണ്ടത്. ഇവിടെ നമ്മളൊന്നും നോക്കുന്നില്ല, അങ്ങ് സെൻഡ് ചെയ്യുവാണ് കണക്ഷൻ ലെസ് ആണെങ്കിൽ. ഇനി കണക്ഷൻ ഓറിയൻറ്റഡ് ആണെങ്കിൽ സെൻഡറും റിസീവറും തമ്മിൽ 3 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അതായത് സെൻഡറും റിസീവറും തമ്മിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കണക്ഷൻ എക്സ്റ്റാബ്ലിഷ് ചെയ്തിരിക്കണം. കണക്ഷൻ എക്സ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവർ തമ്മിലുള്ള എഗ്രിമെൻറ്റിലാണ് കണക്ഷൻ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആരൊക്കെ? സെൻഡറും റിസീവറും. കണക്ഷൻ എക്സ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റയെ ട്രാൻസ്ഫർ ചെയ്യാം. ഈ ഡേറ്റയെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ, അതിൻ്റെ തീർന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് എന്ത് ചെയ്യാം? കണക്ഷനെ ടിയർ ഡൗൺ, കണക്ഷൻ ക്ലോസ് ചെയ്യാം. അപ്പം ഇതെങ്ങനെയാണ് നടക്കുന്നത് വെച്ചാൽ, ജസ്റ്റ് സീ ദിസ് ഫിഗർ. സോ ദ സെയിം തിങ്, ദി സെൻറ്റർ സൈഡ്, ദിസ് ഈസ് എ ക്ലയൻറ്റ് സൈഡ്. ഓക്കെ, ഇത് ക്ലയൻറ്റ് സൈഡും ഇത് എന്താണ്? സെർവർ സൈഡുമാണ്. സോ ക്ലയൻറ്റ് സൈഡിൽ ക്ലയൻറ്റ് പ്രോസസ്സ് ഉണ്ട്. ക്ലയൻറ്റ് പ്രോസസ്സ് പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ലെയർ, ക്ലയൻറ്റിൻ്റെ ട്രാൻസ്പോർട്ട് ലെയർ, സെർവറിൻ്റെ ട്രാൻസ്പോർട്ട് ലെയർ, സെർവറിൻ്റെ പ്രോസസ്സ്. തിരിഞ്ഞു പോകരുത്, നിങ്ങൾ ഇതേമാതിരി ഇവിടെ വരച്ചു വെക്കരുത്. കാരണം ഇതിൻ്റെ ക്ലയൻറ്റിൻ്റെ ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ കണക്ഷൻ ഡയറക്റ്റ് പോകുന്നത് സെർവറിൻ്റെ ട്രാൻസ്പോർട്ട് ലെയറിലേക്കാണ്. പിന്നെയാണ് ആപ്ലിക്കേഷൻ ലെയർ വരുന്നത്. ആപ്ലിക്കേഷൻ ലെയറിലാണ് ആയിരിക്കുന്നത്? സെർവർ പ്രോസസ്സ് ഇരിക്കുന്നത്. Okay, first step in the case of a connection oriented service is we need to establish the connection. Okay, connection establish ചെയ്യണം. In order to establish a connection, first the client process ആണല്ലോ സെൻഡ് ചെയ്യേണ്ടത്. So first the process is starting by the client ആയിരിക്കും. So as the client is initiating the connection, open request കൊടുക്കും. അതായത് എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ്? എന്താണ്? കണക്ഷൻ ഓപ്പൺ റിക്വസ്റ്റ് പാസ് ചെയ്യും. അപ്പോൾ ക്ലയൻറ്റിൻ്റെ ട്രാൻസ്പോർട്ട് ലെയർ ആ റിക്വസ്റ്റ് എവിടെ കൊടുക്കും? സെർവറിൻ്റെ ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് ഇപ്പോൾ പാസ് ചെയ്യും. സെർവർ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ കണക്ഷൻ ഓപ്പൺ റിക്വസ്റ്റ് തിരിച്ചു കൊടുക്കും. അതായത് ഇയാൾ ഓക്കെ ആണെങ്കിൽ, ഓക്കെ ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്നോളജ്മെൻറ്റ് ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യും. സെക്കൻഡ് വൺ ഈസ് ആൻ അക്നോളജ്മെൻറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞ് തേർഡ് എന്ത് ചെയ്യും? സെർവർ ഓപ്പൺ റിക്വസ്റ്റും അങ്ങ് കൊടുക്കും. 2 സ്റ്റെപ്പാണ്. ആദ്യത്തേത് കണക്ഷൻ ഓപ്പൺ റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ക്ലയൻറ്റ് പാസ് ചെയ്തു. ക്ലയൻറ്റ് സെർവറിന് പാസ് ചെയ്യുമ്പോൾ സെർവർ ആദ്യമേ ചെയ്യുന്നത്, സെക്കൻഡ് സ്റ്റെപ്പിൽ ചെയ്യുന്നത് എന്താണ്? അതിന് ഈ കണക്ഷന് ഓപ്പൺ ചെയ്യാൻ വേണ്ടി കൊടുത്ത റിക്വസ്റ്റിന് അക്നോളജ്മെൻ്റ് അയക്കും. എന്നിട്ട് എന്ത് ചെയ്യും? തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സെർവറിൽ നിന്നും ഒരു ഓപ്പൺ റിക്വസ്റ്റ് തിരിച്ചിങ്ങോട്ട് പോകും. സെർവറും ഓക്കെ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞുള്ള റിക്വസ്റ്റാണ് ഇങ്ങോട്ട് അയക്കുന്നത്. ഓക്കെ, റെഡി ആണെങ്കിൽ ഇയാൾ ഈ പറയുന്ന റെഡിയാണ് എന്ന് പറയുന്ന മെസ്സേജ് കിട്ടി. അതായത് ഇയാളും കണക്ഷൻ ഓപ്പൺ ചെയ്യാൻ റെഡി ആണെങ്കിൽ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ, ക്ലയൻറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇയാളും എന്ത് ചെയ്യണം? ഒരു അക്നോളജ്മെൻറ്റ് തിരിച്ചയക്കും. ഈ 4 സ്റ്റെപ്പിലാണ് ഒരു കണക്ഷൻ എക്സ്റ്റാബ്ലിഷൻ നടത്തുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് എ കണക്ഷൻ ഓപ്പൺ റിക്വസ്റ്റ്. ദ സെർവർ വിൽ റിപ്ലൈ ആൻ അക്നോളജ്മെൻറ്റ് for that particular connection open request, and also server accepted the connection open request. Adana third. Next, for the connection open request from the server, client need to acknowledge the server. Adana fourth one. This is how this is the 4 steps in order to make a connection. Next, once a connection is established, we can then send the data send ചെയ്യാം. അപ്പോൾ ഡേറ്റ പാസ് ചെയ്യാണ്. മെസ്സേജ് 0, മെസ്സേജ് 1, മെസ്സേജ് 2 എന്ന് പറഞ്ഞ് ഡേറ്റ പാസ് ചെയ്തു. മെസ്സേജ് 1 പാക്കറ്റായിട്ട് മെസ്സേജ് ഇവിടെ എത്തി. അതിന് കറസ്പോണ്ടിങ് എത്തിക്കഴിഞ്ഞാൽ നേരെ ആർക്ക് കൊടുക്കണം? നമ്മുടെ സെർവർ പ്രോസസ്സിന് കൊടുക്കണം. ഇവിടെ നോക്ക്, സെർവർ പ്രോസസ്സിനകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇയാൾ എന്ത് ചെയ്യും? ഇതിന് അക്നോളജ്മെൻറ്റ് സെൻഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് അക്നോളജ്മെൻ്റ് ആണ് ഇത്. അപ്പോൾ നമ്മൾ ഈ കണക്ഷൻ ലെസ്സിനകത്ത് വല്ല അക്നോളജ്മെൻറ്റും കണ്ടോ? ഇല്ല.
അപ്പോൾ കണക്ഷൻ ഓറിയൻറ്റഡിലാണെങ്കിൽ എന്തുണ്ടായിരിക്കും, ഒരു പാക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ അതിന് അക്നോളജ്മെൻറ്റ് സെൻഡ് ചെയ്തിരിക്കും. നെക്സ്റ്റ് എന്ത് ചെയ്യാണ്, പാക്കറ്റ് 1 പോവുകയാണ്. പക്ഷേ പാക്കറ്റ് 1 ആ സമയത്ത് അറൈവ് ആവുന്നില്ല. നോക്ക്, ഞാൻ ഇങ്ങനെയാണ് വരച്ചിരിക്കുന്നത്. പാക്കറ്റ് 2 പോവും. ഓക്കെ, പാക്കറ്റ് 1 രണ്ടാമത് അയച്ചു, പക്ഷേ എത്തിയിട്ടില്ല, അക്നോളജ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല. അടുത്ത പാക്കറ്റ് 2 പോകും. ഓക്കെ, പാക്കറ്റ് 2 പോയപ്പം മെസ്സേജ് 1 ഈസ് ഹോൾഡിംഗ് വിൻഡോ, അതായത് മെസ്സേജ് 1 ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല എന്നർത്ഥം. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ എല്ലാ പാക്കറ്റുമായി അക്നോളജ്മെൻറ്റ്, പാക്കറ്റ് 1 വന്നതിൻ്റെയും പാക്കറ്റ് 2 വന്നതിൻ്റെയും അക്നോളജ്മെൻറ്റ് കിട്ടുന്നതാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഇവിടെ നോക്ക്, ഔട്ട് ഓഫ് ഓർഡറിലായിട്ടാണ് വന്നിരിക്കുന്നത്. ബട്ട് ഇത് ലോസ്റ്റ് ആയോ ഇല്ലയെന്ന് അറിയാനായിട്ട് എനിക്കിവിടെ എന്തുണ്ട്, അക്നോളജ്മെൻറ്റ് അവർ സെൻഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് പാക്കറ്റ് 1-നും പാക്കറ്റ് 2-നും കൂടെ ഒരുമിച്ച് ചേർത്താണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, അക്നോളജ്മെൻറ്റ് സെൻഡ് ചെയ്യുന്നത്. അതാണ് മെസ്സേജ് 1 and 2 ഡെലിവേർഡ് എന്ന് പറഞ്ഞിട്ട് അക്നോളജ്മെൻറ്റ് എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യും. അപ്പോൾ ഡേറ്റാസ് കംപ്ലീറ്റ് നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താണ്, കണക്ഷൻ ഐ നീഡ് ടു ടിയർ ഡൗൺ. സോ അതെന്താണ്, ടിയർ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം ക്ലയൻ്റ് ആണല്ലോ ഡേറ്റ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ക്ലയൻറ്റ് തന്നെ ഇനിഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ക്ലയൻറ്റ് എന്ത് ചെയ്യും, കണക്ഷൻ ക്ലോസ് റിക്വസ്റ്റ് പാസ് ചെയ്യും. കണക്ഷൻ ക്ലോസ് റിക്വസ്റ്റിന് സെർവർ എന്ത് ചെയ്യും, സെർവർ ഓക്കെ ആണെങ്കിൽ അയാൾ എന്ത് ചെയ്യും, അക്നോളജ്മെൻറ്റ് പാസ് ചെയ്തിട്ട് അയാൾ എന്ത് ചെയ്യും, കണക്ഷൻ ക്ലോസ് ചെയ്യാനെന്നുള്ള റിക്വസ്റ്റ് ആർക്കും പാസ് ചെയ്യും, നമ്മുടെ സെർവറിനും പാസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, സെർവറല്ല ക്ലയൻറ്റിനും പാസ് ചെയ്യും. എന്നിട്ട് ക്ലയൻറ്റ് എന്ത് ചെയ്യും, ക്ലയൻറ്റ് ഓക്കെ അക്നോളജ്മെൻറ്റ് സിഗ്നൽ ഇങ്ങോട്ടും പാസ് ചെയ്യും. ഓക്കെ, അപ്പോഴാണ് ദിസ് ഈസ് ദ 4 സ്റ്റെപ്പ് ഫോർ ടിയറിങ് ഡൗൺ ദി കണക്ഷൻ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു കണക്ഷൻ എക്സ്റ്റാബ്ലിഷ്മെൻറ്റ് നടക്കുന്നത്. ഇതും നല്ല വൃത്തിക്ക് നിങ്ങൾ പഠിക്കണം. സോ ഇത്രയാണ് ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ സർവീസസുകൾ. ഇനി നമുക്ക് പ്രിമിറ്റീവ്സ് ഉണ്ട്. ട്രാൻസ്പോർട്ട് ലെയർ പ്രിമിറ്റീവ്സ് പ്രത്യേകിച്ച് അതിനെ ചോദിക്കാറില്ല. ബട്ട് നിങ്ങൾ ജസ്റ്റ് എഴുതുന്ന കൂട്ടത്തിൽ എഴുതിക്കുക, എൻ്റെ അകത്തുള്ള പ്രിമിറ്റീവാണ്. ട്രാൻസ്പോർട്ട് ലെയർ ലിസൺ ചെയ്യുന്നു, ട്രാൻസ്പോർട്ട് ലെയർ കണക്ഷൻ നടത്തുന്നുണ്ട്, അതുപോലെ തന്നെ അത് ഡേറ്റ സെൻഡ് ചെയ്യുന്നു, അത് റിസീവ് ചെയ്യുന്നു, അതുപോലെ ഡിസ്കണക്ട് ചെയ്യുന്നു. ലിസൺ ഇൻ ദ സെൻസ് എന്താണ്, നമ്മുടെ നെറ്റിനെ, അതായത് ഇൻ്റർനെറ്റിനെ ആ പറയുന്നത് അവൈലബിൾ ആണോ എന്ന് നോക്കി ലിസൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് കണക്റ്റ് എന്ന് പറഞ്ഞാൽ കണക്ഷൻ റിക്വസ്റ്റ് കൊടുക്കുന്നു, പാസ് ചെയ്യുന്നു. സെൻഡ് എന്ന് പറഞ്ഞാൽ കണക്ഷൻ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡേറ്റ സെൻഡ് ചെയ്യും, പിന്നെ ഡേറ്റേനെ റിസീവ് ചെയ്യും. റിസീവ് ചെയ്യുമ്പോഴും എന്താണ്, വേറെ ഒരു ജോലിയും വേറെ ചെയ്യത്തില്ല, സെർവർ ഇങ്ങനെ റിസീവ് ചെയ്തുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. പിന്നെ എന്താണ്, ഡിസ്കണക്ട് ചെയ്യും കിട്ടിക്കഴിഞ്ഞാൽ. ഇനി ഇവിടെ സം ഓഫ് ദ സോക്കറ്റ് പ്രിമിറ്റീവ്സ് ഫോർ TCP, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോട്ടോക്കോൾസ് ഉണ്ട്. അതിനകത്ത് ട്രാൻസ്പോർട്ട് ലെയർ യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് TCP. ഈ TCPയിൽ വരുന്ന കുറേ സോക്കറ്റ് പ്രിമിറ്റീവ്സ് ഉണ്ട്. സോക്കറ്റ് പ്രിമിറ്റീവ്സ് അതിനെയാണ് നമ്മൾ ബെർക്ക്ലീസ് സോക്കറ്റ്സ് എന്ന് പറയും. ഓക്കെ, അതിനകത്ത് വരുന്ന പ്രിമിറ്റീവും അതിൻ്റെ മീനിങ്ങാണ് ഈ കിടക്കുന്നത്. സോക്കറ്റ് എന്താണ്, സോക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷൻ എൻഡ് പോയിൻറ്റിൻ്റെ കമ്മ്യൂണിക്കേഷൻ, ക്രിയേറ്റ് എ ന്യൂ കമ്മ്യൂണിക്കേഷൻ എൻഡ് പോയിൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. ബൈൻഡ് അസോസിയേറ്റ് എ ലോക്കൽ അഡ്രസ്സ്, സോക്കറ്റുമായിട്ട് ഒരു ലോക്കൽ അഡ്രസ്സിനകത്തേക്ക്, അതായത് ആ പറയുന്ന സോക്കറ്റിനകത്തേക്ക് ഒരു ലോക്കൽ അഡ്രസ്സിനെ ബൈൻഡ് ചെയ്യുക. ലിസൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ അനൗൺസ് വില്ലിംഗ്ടൺസ് ടു അക്സെപ്റ്റ് കണക്ഷൻസ്, ഗിവ് ക്യൂ സൈസ്. ലിസൺ ചെയ്തു, അതായത് അടുത്തതിനെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്, ക്യൂ സൈസ് എന്ന് പറഞ്ഞു കൊടുക്കും. Accept passively establish an incoming connection, establishing, connect, send, receive, close. Just read these primitives. So we already covered the first topic, that means transport layer. What is the transport layer and what are the services offered by the transport layer and what are the service primitives. So ഇത് ഇച്ചിരി വാസ്റ്റ് ആണ്, നല്ല രീതിയിൽ വാസ്റ്റ് ആണ്. 10 മാർക്ക് ക്വസ്റ്റ്യൻ, ടോട്ടൽ 20 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. സോ നന്നായിട്ട് പഠിക്കുക. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.